ഹലോ ഗീതാ ഗോവിന്ദം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയില് നമ്മുടെ ഗീതവും ഗോവിന്ദും കൂടി നമ്മുടെ സത്യദാസിനെയും അനാർക്കലിയെയും അവിടെ നിന്നും പടി ഇറക്കുക കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ ഇവർ പെരുമഴയത്ത് കൊടയൊക്കെ ചൂടി ബാഗൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ രാധികാമ്മയും വരുണും കൂടി വരുന്നുണ്ടേ. അപ്പോൾ ഇവർ ഗീതുവിനെയും ഗോവിന്ദിനെയും കാണുന്നില്ല കേട്ടോ. അപ്പോൾ രാധികാമ്മ നമ്മുടെ അനാർക്കലിയോട് പറയുന്നുണ്ട്, ഞങ്ങളെ പറ്റിച്ച് 90 കോടിയോളം നിങ്ങൾ ഒറ്റയ്ക്ക് അമുക്കാന്ന് നിങ്ങൾ വിചാരിച്ചോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു നിൽക്കാലേ നമ്മുടെ ഗീതവും ഗോവിന്ദും നമ്മുടെ രാധികാമ്മയുടെ മുന്നിലേക്ക് വരിക കേട്ടോ. അപ്പൊ തന്നെ ഇവരിങ്ങനെ പതറി നിൽക്കുന്നുണ്ട്. നമ്മുടെ വരുണും രാധികാമ്മ ആകപ്പാടെ വിയർത്ത് കുളിക്കുന്നുണ്ട്. അപ്പൊ ഗീതു പറയുന്നുണ്ട്, അപ്പൊ ഇവരെന്തോ ന്യായങ്ങൾ ഗീതുവിൻ്റെ അടുത്തും ഗോവിന്ദിന്റെ അടുത്തും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഗീതു പറയുന്നുണ്ട്, രാധികാമ്മ പറയുന്നത് വലിയ സത്യമാണെങ്കിൽ വരുൺ നമ്മുടെ സത്യദാസിന്റെ കർണത്തിട്ടൊരെണ്ണം പൊട്ടിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഗോവിന്ദ് പറയുന്നുണ്ട്, വരുൺ വേണ്ട, രാധികാമ്മ തന്നെ സത്യദാസിന്റെ കർണത്തൊരെണ്ണം കൊടുക്കട്ടെ എന്ന് പറയുന്നുണ്ട്. രാധികാമ്മയാണെങ്കിൽ ഒന്നും നോക്കാതെ കണ്ണന്റെ വിശ്വാസം പിടിച്ചു പറ്റുക എന്നാണല്ലോ മെയിൻ ലക്ഷ്യം. അതിനു വേണ്ടി ഒരു കൊന്തോ നോക്കാതെ നമ്മുടെ നേരെ വന്നിട്ട് നമ്മുടെ സത്യദാസിന്റെ ആദ്യ ഭർത്താവിന്റെ കരണം അടിച്ച് പൊളിക്കുന്നുണ്ട് കേട്ടോ. അതിന് പിന്നാലെ ഇവർ പടിയിറങ്ങി പോകുന്നുണ്ട്. ശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്ന സത്യദാസും അനാർക്കലി എന്നിട്ടും വെറുതെ ഇരിക്കുന്നില്ല കേട്ടോ. അയാൾ നമ്മുടെ അനാർക്കലിയോട് പറയുന്നുണ്ട്, പ്രിയനെ നമുക്ക് വെറുതെ വിടാം, അവള് രാധികയുടെ മോളല്ലേ, അപ്പൊ നമ്മുടെയും കൂടി ഒരു ബന്ധമാണല്ലോ. പക്ഷെ രഞ്ജുവിനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവർ ഈ രണ്ടുപേരും കൂടി ചർച്ച ചെയ്ത് നമ്മുടെ മാർഗഴി കേട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ അനാർക്കലി പറയുന്നുണ്ട്, അവൾ ഇനി വീട്ടിൽ നിന്നും പുറത്തിറങ്ങുന്ന ആദ്യ നിമിഷം തന്നെ ഞാൻ അത് ചെയ്തിരിക്കും എന്ന് അനാർക്കലി പറയുന്ന ഒരു നിമിഷങ്ങളാട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ സ്വന്തം അമ്മ തന്നെ മകളെ കൊല്ലാനൊരുങ്ങുന്ന ഒരു എന്താ പറയാ അസഹനീയ നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കാൻ പോകുന്നത് കേട്ടോ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.